ഭയപ്പെടേണം. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. ടി വി പ്രേക്ഷക സംഗമം പൂവാറിൽ ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, ലയോള കോളേജ് ജംഗ്ഷൻ, വിഴിഞ്ഞം റോഡ്, പൂവാർ. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം AJ ഹാൾ, കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, എറണാകുളം. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി എത്തുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ സ്പെഷ്യലാണ് എന്ന്. അതിന് കാരണമെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വെളിച്ചത്തെ അവൻ എൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു. ആ വെളിച്ചം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകും? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അതിൻ്റെ വ്യക്തത നിങ്ങൾക്കുണ്ടാകട്ടെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് സൂര്യനോ ചന്ദ്രനോ നിന്നെ ബാധിക്കത്തില്ല എന്ന്. സൂര്യൻ്റെ വെളിച്ചമോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വെളിച്ചമോ അല്ല എൻ്റെ ഭാവിയെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതിനെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അതിനേക്കാൾ അപ്പുറത്തായ എൻ്റെ ദൈവത്തിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ വസിക്കുന്നതാണ്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ സ്പെഷ്യലാണ്. ഇന്നത്തെ മെസ്സേജിലേക്ക് പോകുമ്പോൾ വെളിച്ചം എന്നത് എന്താണ്, എന്ത് വെളിച്ചമാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതെന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങൾ ആരാന്നറിയോ? നിങ്ങൾക്ക് നീ ജനിച്ചിരിക്കുന്നത് അനേക ദൂതന്മാരുടെ നടുവിലെ, ദൈവ തേജസ്സിന്റെ നടുവിലെ, സൂര്യനെ പോലെ തിളങ്ങുന്ന സ്വർഗത്തിന്റെ നടുവിലെ, അവിടെയാണ് നീ ജനിച്ചിരിക്കുന്നത്. ഈ കണ്ണുകൊണ്ട് അവരെ കാണാൻ നിനക്ക് കഴിയത്തില്ല, പക്ഷെ യു ഹാവ് എ ലൈറ്റ് ഇൻ യു. ആരോ ഒരാളെന്നോട് ചോദിച്ചു, ബ്രദർ കാണുന്ന ദൂതനെ എനിക്ക് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും, പക്ഷെ ഞങ്ങൾ കാണാത്തത് എന്താ? ഞാൻ അവനോട് മറുപടി പറഞ്ഞു ഇങ്ങനെയാ, എനിക്കുള്ള വെളിച്ചം നിനക്കില്ലാത്തതാ. അത് വിശദീകരിക്കാൻ പ്രയാസോ? ഏയ് ബ്രദറിന്റെ ഉള്ളിൽ തോക്കൊന്ന് ചിന്ത വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താ എനിക്ക് അങ്ങനെ വരാത്തെ? എന്റെ അകത്ത് തോൽവി ഇല്ലാത്തതിന്റെ കാരണം, തോൽവിയുടെ ചിന്ത വരാത്തതിന്റെ കാരണം എന്റെ അകത്ത് അത്രത്തോളം സത്യങ്ങളുള്ളത് കൊണ്ടാ എന്ന് പറഞ്ഞ എന്റെ അകത്തെ വെളിച്ചത്തിന്റെ അളവിലെ എന്റെ മുമ്പിൽ ഒരു ദൂതനെ കാണാൻ എനിക്ക് കഴിയത്തുള്ളൂ. കമോൺ ചർച്ച്, കൈ അടിച്ചൊരു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, യു ആർ എ ന്യൂ ക്രിയേഷൻ, യു ആർ എ ന്യൂ ബീയിങ്, യു ആർ എ ന്യൂ ക്രീച്ചർ. പറ, യു ആർ എ ന്യൂ ക്രീച്ചർ. The speciality of this new creature, we can see God face to face, not through these eyes, through our spiritual eyes, because we are light. ഇത് എല്ലാവർക്കും മനസ്സിലാവുകയില്ലോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇന്ന് ഇതാണ് പ്രസംഗിക്കേണ്ടത്. എന്നാ ഞാൻ മാനവകതല്ല. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയെങ്കിലും ഒരു നല്ല ആമേൻ പറയോ? ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ, ഇത് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. ഈ സൂര്യനെ സൃഷ്ടിക്കണേക്കാൾ മുമ്പാണ് ഈ വെളിച്ചത്തെ ദൈവം സൃഷ്ടിച്ചത്. ഇപ്പോൾ ഞാനായിരിക്കുന്നത് സൂര്യനെ സൃഷ്ടിക്കണേക്കാൾ മുമ്പുള്ള വെളിച്ചത്താലാണ്. ആണോ അല്ലയോ? സൂര്യനെ സൃഷ്ടിക്കണേക്കാൾ മുമ്പുള്ള വെളിച്ചമാണ് ഇപ്പൊ ആരുടെ അകത്തുള്ളത്?
എങ്കിൽ സൂര്യനോ ചന്ദ്രനോ ഇനി എന്നെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി കാണത്തില്ല. എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെളിച്ചം, സൂര്യന്റെ ചന്ദ്രന്റെ വെളിച്ചമല്ല ഇനി എന്നെ തൊടുന്നത്. പകരം സൂര്യനെ സൃഷ്ടിക്കണേക്കാൾ മുമ്പ് ഭൂമിയെ വെളിച്ചമാക്കിയ ആ വെളിച്ചമാണ് ഇന്ന് എന്റെ അകത്തുള്ള വെളിച്ചം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ സൂര്യനും ചന്ദ്രനുമാ ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ സീസൺ, ഇവിടുത്തെ സാഹചര്യങ്ങൾ. അവരില്ലാതെ സാഹചര്യങ്ങളില്ല, അവരില്ലാതെ കാലാവസ്ഥയില്ല, അവരില്ലാതെ സീസൺ ഇല്ല. എന്ന് പറഞ്ഞാൽ ആ സീസണ് ബിയോണ്ടാണ് ഞാനെന്ന്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ, ലോകത്തിന്റെ ആരംഭങ്ങൾക്ക് മുമ്പേ ക്രിസ്തു യേശുവിൽ എന്നെ തെരഞ്ഞെടുത്തെന്ന. എനിക്ക് നിങ്ങൾ കൈയടിക്കുന്ന ആളുകളെ കുറിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടാ ഈ കൈയടിക്കുന്നതെങ്കിൽ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ലോകത്തിലെ ഒരു സൂര്യനോ ഒരു സാഹചര്യത്തിനോ ഒരു ചന്ദ്രനോ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, പകൽ പറക്കുന്ന അസ്ത്രത്തെ ഭയപ്പെടാനില്ല, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ പേടിപ്പാനില്ല, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന അതിനെ പേടിക്കാനില്ല. കാരണം സൂര്യനും ചന്ദ്രനും എന്നെ തൊടത്തില്ല. സങ്കീർത്തനക്കാരൻ വീണ്ടും പറഞ്ഞു, സൂര്യനോ ചന്ദ്രനോ നിന്നെ ബാധിക്കുകയില്ല. ഒരു ക്ലൈമറ്റിനും ഒരു സീസണും നിന്നെ തൊടാൻ പറ്റത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, look at the seasons of this world. Recession, സാമ്പത്തിക പ്രതിസന്ധികൾ, സാമ്പത്തിക പരാധീനതകൾ, മയക്കുമരുന്നുകൾ, പിശാച് കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും എന്നെയോ എന്റെ വീടിനെയോ തൊട്ടായിൽ വക്കത്ത് കയറത്തില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. We are beyond. ഏതോ സിനിമയിലെ ഒരു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് പറയാൻ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഞാൻ അതുക്കും മീലെയാണ് പറ. അത് അങ്ങനെ തന്നെയാണോ? അതുക്കും മേലെയാണ്, അതുക്കും മേലെ. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ അതുക്കും മേലെയാന്ന് പറ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, പാസ്റ്ററെ ഈ പ്രസംഗിക്കുന്നതിന്റെ ഇടയിലെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ദൈവവചന പ്രകാരം ശരിയാണോ? ശ്വാസമെല്ലാം പോയില്ലേ? അടുത്തിരിക്കുന്നവരോട് ശരിയാണോ ചോദിച്ചേ? ശരിയാണോ? അങ്ങനെ പറയാവോ? എനിക്ക് എല്ലാ കാര്യത്തിനും പൗലോസാ മാതൃക. അതെന്താ? പൗലോസ് ഏതെങ്കിലും സിനിമ കഥ പറഞ്ഞോ? ഞാൻ പറയാം. അന്ന് പൗലോസ് പറയാം, നമ്മുടെ കവിവരന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പുസ്തകത്തിൽ നിന്ന് പഴയ കവിവരന്മാരുടെ കാര്യം പുസ്തകത്തിൽ എഴുതി വെക്കാമെങ്കിലാ ഈ ലോകത്തിലെ കാര്യം എനിക്ക് പറഞ്ഞ കുഴപ്പം. പുള്ളി കവി എഴുതിയത് ചെയ്തിരിക്കുവോ? ഞാൻ അവിടെ ഒരു സിനിമ എഴുതിയ കവി ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. നീ കുറച്ചു നേരത്തിന് വിഷമിക്കാരി. ഒരു നല്ല ആമേൻ പറ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു ക്ലൈമറ്റും എന്നെ തൊടത്തില്ല, ഒരു സീസണും എന്നെ തൊടാൻ കിട്ടത്തില്ല. ക്ലൈമറ്റിനെ സൃഷ്ടിക്കുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. എന്നെ നിയന്ത്രിക്കുന്നത് അതിന് മുകളിലുള്ള വെളിച്ചമാണ്. ഓ, ക്ലൈമറ്റാണ് കൊയ്ത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ നിയന്ത്രിക്കുന്നത് സീസൺസ് ആണ്. മനസ്സിലാവുന്നില്ലേ? കൊയ്ത്ത് കാലം കഴിഞ്ഞാൽ അത് വിതയുടെ കാലമോ, കൊയ്ത്ത് കാലമാണ് സമൃദ്ധിയുടെ കാലം, സമ്പത്തുണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞ ക്ലൈമറ്റ് ആണ് സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞ ഇനി ഒരു ക്ലൈമറ്റ് എന്റെ തലയെ കൂടെ ഇറങ്ങത്തില്ല. We are beyond the climate. ഹാർവസ്റ്റ് ഞാൻ തീരുമാനിക്കും. എനിക്ക് ഈ ഇടയ്ക്ക് ഒരു പൂതി പറയട്ടെ. ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത് നമുക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഗ്രഹം, അവിടെ റിട്രീറ്റുകളും അവിടുത്തെ
ക്യാമ്പുകളും മാത്രമാണെങ്കിൽ ചർച്ച എങ്ങനെ ഞായറാഴ്ച നടക്കും, ഈ ഇടദിവസം ഒരു വെള്ളിയാഴ്ച മീറ്റിംഗ് എങ്ങനെ നടക്കും? അപ്പൊ എനിക്കൊരു ആഗ്രഹം, ടൗണിൽ ഒരു 1.5 ഏക്കറും കൂടെ കിടക്കട്ടെ. ഞാനിതെല്ലാം തമാശ പറയുന്ന പോലെ ഒന്നും ചിന്തിക്കരുത്. ഞാനൊരു പ്രൊഫറ്റാണ്, ഞാൻ വിശ്വസിക്കുന്നത്. If I open my mouth and say something, it will happen. It will happen. It will produce result. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ കാലാവസ്ഥയ്ക്കെല്ലാം അതീതമാണ്. കാലാവസ്ഥയ്ക്ക് അധീനമാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, യെശയ്യാ 60:19, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനും അല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. അടുത്ത വാചകം, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല, നിന്റെ ചന്ദ്രൻ ഇനി മറഞ്ഞു പോകത്തില്ല, യഹോവ നിന്റെ നിത്യപ്രകാശം. അടുത്ത വാചകം നിങ്ങൾ കേട്ടോണം, ഇനി നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകും. ഞാൻ അവന്റെ വെളിച്ചത്താലാണെന്ന് പറയുന്നവർക്ക് സീസണുകളില്ല. അവന്റെ സീസൺ എന്ന് പറയുന്നത് ദൈവിക സീസണാ. അവന്റെ ടൈം എന്ന് പറയുന്നത് കയോസ് ആണ്, ദൈവത്തിന്റെ സമയോ. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന സൂര്യന്റെയും ചന്ദ്രന്റെ അടിയിലല്ല, നീതി സൂര്യന്റെ അടിയിലാ. പറ, ഒന്ന് പറ എന്റെ ചക്കരെ. ഞാൻ പ്രവർത്തിക്കുന്ന ഈ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും കീഴിലല്ല, നിത്യ വെളിച്ചമാകുന്ന നിത്യ സൂര്യന്റെ കീഴിലാ. ഒരു സാഹചര്യത്തിനും എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. സാഹചര്യത്തെ കൺട്രോൾ ചെയ്തത് ആ വെളിച്ചോ. ഇരുണ്ട് കിടന്നിരുന്ന ഭൂമി വെളിച്ചത്തിലേക്ക് വന്നത് ആ വെളിച്ചോ. അടുത്തിരിക്കുന്നവരോട് പറ, എന്റെ സമയം ദൈവിക സമയം, എന്റെ വെളിച്ചം ദൈവിക വെളിച്ചം. No one can control me. No season can control me. ഈ വെളിച്ചം താഴെ വന്ന സമയത്താണ് ഇസ്രായേൽ ജനം പറഞ്ഞത് സമാഗമന കൂടാരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം സമാഗമന കൂടാരം? സമാഗമന കൂടാരത്തിന് 2-3 സാധനങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മന്ന ഇട്ട് വെച്ചിരുന്ന പാത്രം ഉണ്ടായിരുന്നു, ആ മന്ന കേടാവത്തില്ലായിരുന്നു. വേറൊന്നുള്ളത്, ഒരു ബദാമിന്റെ വടി ഉണ്ടായിരുന്നു. ആ വടി തെരഞ്ഞെടുക്കപ്പെട്ട വടിയാ. കാരണം 12 കൊമ്പുകളെ തെരഞ്ഞെടുത്തു, എന്നിട്ട് അതിനകത്ത് വെച്ചു. അതിൽ ഒരു കൊമ്പിനൊരു പ്രത്യേകത ഉണ്ടായി. ആ കൊമ്പ് മാത്രം തളിർത്തു, പൂത്തു, കായ്ച്ചു. എനിക്ക് ആ കമ്പിനോടൊരു കാര്യം വിളിച്ചു ചോദിക്കാനുണ്ട്, ഏതായി കമ്പ്? അവൻ പറഞ്ഞു, അഹരോന്റെ പൗരോഹിത്വം. ഏതായി കമ്പ്? രാജകീയ പൗരോഹിത വംശം. ഏതായി കമ്പ്? പറ, ഏതായി കമ്പ്? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത. ഈ കമ്പിന്റെ പ്രത്യേകത, ഈ കമ്പ് വെച്ചിരിക്കുന്ന അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന കൂടാരത്തിനകത്തായി ഈ കമ്പ് വെച്ചിരിക്കുന്നത്. വെളിച്ചമില്ല, മണ്ണില്ല, കാറ്റില്ല, കാറ്റുണ്ടെന്ന് തോന്നുന്നു. വെളിച്ചമില്ല, വെയിലില്ല, വളവില്ല, വെള്ളമില്ല, മണ്ണില്ല, നോക്കാനായിട്ട് ആളുമില്ല. ഇനി അതുമല്ല, ഇത് വെച്ച ഉടനെ സാധാരണ ഒരു ചെടിയും കായ്ച്ചു പൂക്കത്തില്ല. ഇത് ഒരു രാത്രി കൊണ്ട് കായ്ച്ചു പൂച്ച് ഫലം കൊടുക്കുന്ന സാധനമാണ്. മണ്ണുമില്ല, വെള്ളമില്ല, വെയിലില്ല, കാറ്റില്ല, പോഷകാംശമില്ല, ഒരു സാധനമില്ല. എന്ന് പറഞ്ഞ, നീ എപ്പോഴാണോ ഈ സൂര്യന്റെ കീഴിൽ നിന്ന് ആ സൂര്യന്റെ കീഴിലേക്ക് കയറിയത്, നിയന്ത്രണം മുഴുവൻ അവിടുത്തെ കയ്യിലാ. Are you listening? Are you listening? നീ കായ്ക്കുന്നതും പൂക്കുന്നതും ഇവിടുത്തെ
സീസൺ അല്ല നിയന്ത്രിക്കുന്നത്, സ്വർഗം നിയന്ത്രിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, നീ ഫലം കൊടുക്കുന്നത് കാറ്റിനെ നോക്കിയല്ല, നീ ഫലം കൊടുക്കുന്നത് സൂര്യനെ നോക്കിയല്ല, നീ ഫലം കൊടുക്കുന്നത് ഇട്ട വളം നോക്കിയല്ല, നീ ഫലം കൊടുക്കുന്നത് ഒഴിച്ച വെള്ളം നോക്കിയല്ല, നീ ഫലം കൊടുക്കുന്നത് നിന്റെ മുകളിൽ വ്യാപരിക്കുന്ന നീതി സൂര്യന്റെ റിസൾട്ടിലാ എന്ന് പറഞ്ഞ, ഇനി ശ്രദ്ധിച്ചോണേ, ഈ നീതി സൂര്യന്റെ കീഴിലേക്ക് വന്ന റിസൾട്ടിന് വ്യത്യാസമുണ്ട്. 6 മാസം കൊണ്ട് നടക്കേണ്ട ഒരു ചെടി പൂത്ത് കായ്ക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് നടന്നോളെ. സോളിയും വാടി തൊള്ളി. നമ്മുടെ 100 വർഷം കൊണ്ട് കഴിയാത്തത്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി 28-ാം തീയതി, 28-ാം തീയതിക്ക് മുമ്പ് സാധ്യമാകണം. 100 വർഷം കൊണ്ട് നടക്കാത്തത് അല്ല, അങ്ങനെ പറയേണ്ടതുള്ളൂ, 1000 കൊല്ലം കൊണ്ട് നടക്കാത്തത് നവംബർ 28-ന് മുമ്പ് യാഥാർത്ഥ്യമാകും. നിങ്ങളെന്താ കൈയടിക്കാതെ? എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നവംബറിലാണ്. കല്യാണം, ബർത്ത്ഡേ, കല്യാണം ഉറപ്പീര്, വീട്, സകല നന്മകളും. So something supernaturally coming in November. അത് നിങ്ങളുടെ മേലും വരുവാ, നിങ്ങളുടെ മേലും വരുവാ. Receive it now. Receive it now. എന്ന് വെച്ചാ 1000 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് നടന്നോളെ. നിങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും വരുന്നോ? സ്പിരിച്വൽ വേൾഡിലാണോ പ്രസംഗിക്കുന്ന? ആണെന്നേ. We are different. We are there in സ്വർഗീയ സിയോനിലാ നമ്മൾ. അത് കാണാനുള്ള കണ്ണും അത് കേൾക്കാനുള്ള ഹൃദയവും ഉണ്ട്. എനിക്ക് ദൈവത്തെ നേരിട്ട് കാണാം. അടുത്തിരിക്കുന്ന 2-3 പേരോട് പറ, ഞാൻ സ്വർഗീയ സീസണിലാണ്. 6 മാസം കൊണ്ട്, 6 വർഷം കൊണ്ട് ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? 430 വർഷം ഇസ്രായേൽ ജനത്തിനെ മൂട്ടിച്ചത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോയി. എടാ, 430 വർഷത്തെ കൂലിയോ അത് ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് സാധിച്ചെന്നേ. 430 വർഷം കൊണ്ട് ഇവന്മാരെ പിഴിഞ്ഞതോ അത് ഒരു രാത്രി കൊണ്ടുപോയെന്നേ. അങ്ങനെ ഒരു രാത്രി നിങ്ങൾക്കുണ്ടോ? ജോൺ ഡാരുവിന്റെ കുടുംബത്തിനുണ്ടോ? ജീസസ് വേൾഡിനുണ്ടോ? പലപ്പോഴും സീസണുകളാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലൈമറ്റുകൾ എന്നെ നിയന്ത്രിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കാലാവസ്ഥകൾ, സീസണുകൾ അത് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കത്തില്ല. അതിനു പകരം ഒരാൾ വിശ്വസിക്കുകയാണ്, അവൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് ഒരു വ്യക്തി വിശ്വസിച്ചാൽ അന്നു മുതൽ ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങളുമല്ല ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. അതിനു പകരം സർവശക്തനായ കർത്താവ് തന്നെ, അവൻ്റെ പ്രൊവിഷൻ അവനിൽ പകരുവാനിടയാകും. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ആ വ്യക്തി ജീവിക്കുവാനിടയാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിന്റെ പേര് മിനി സുരേന്ദ്രൻ, കൂത്താട്ടുകുളത്തിൽ നിന്നും കടന്നു വരുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന്. വലിയൊരു അനർത്ഥം തൻ്റെ മകൾക്ക് വരാമായിരുന്നതിനെ കർത്താവ് അത്ഭുതമായി രക്ഷിച്ച ഒരു സാക്ഷ്യമാണ് നമ്മളോട് പറയാനുള്ളത്. ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാ, തൻ്റെ മകൾ ലീവിന് ഓണത്തിന് വരുവാനിടയായി ഷോപ്പിങ്ങിന് കൂത്താട്ടുകുളത്ത് പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ കാലിന് അസാധാരണമായ വേദന വന്നു. ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല, എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ തളർന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ടെന്നും എല്ലിന് കംപ്ലൈൻ്റ് ഉണ്ടെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. MRI എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഇവർ പറയുന്നത് 4 ദിവസം കിടന്ന കിടപ്പായിരുന്നു കൊച്ച്. ഹല്ലേലൂയ. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം ഇതാ. ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാ, ചെങ്കടലിനെ മറികടക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് ധൈര്യം തന്നുവെങ്കിൽ ഈ ചെങ്കടലിനെ ദൈവം മറികടക്കുമെന്ന്.
അങ്ങനെ പരിപൂർണ സൗഖ്യം സംഭവിച്ചുവെന്ന്. ആമേൻ. ഡിസ്കിന് കംപ്ലൈന്റ് ആയി? ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെ ഡോക്ടർ പറഞ്ഞു? അല്ല, പെട്ടെന്ന് വേദന വന്നതാ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഡിസ്കിന് കംപ്ലൈന്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഡിസ്കിന്റെ കംപ്ലൈന്റ് അല്ലെങ്കിൽ നെർവിന് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. എന്നാലും ഒരു പ്രശ്നമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർഡ് ആയി. ഒന്ന് കൈ അടിച്ച് കർത്താവിന് കൈ സ്തുതിച്ച് ദൈവം ചെയ്ത നന്മയ്ക്ക് നന്ദി. ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ജയത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്, ഞാനിവിടെ തോൽക്കുകയല്ല, ഞാനിവിടെ ജയിക്കുക. തല കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒന്ന് കൈ അടിച്ചു ആമേൻ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. ചേച്ചി യൂട്യൂബിലെ മെസ്സേജ് ഒന്നും വിടത്തില്ലല്ലേ? എല്ലാം കേൾക്കും. എല്ലാം കേൾക്കും. അതിന്റെ സാധനം കയറിയിട്ടുണ്ട്. അപ്പൊ തോക്കത്തില്ലെന്ന് ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. തോക്കാൻ മനസ്സില്ലെന്ന്. മനസ്സില്ല. അപ്പൊ കൊച്ചിന് തല മാത്രമേ പൊങ്ങത്തുള്ളൂ, നട്ടലിന് താഴോട്ട് പൊങ്ങൂല. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് ഇവിടെ പൊക്കാൻ പറ്റില്ല, പക്ഷെ നിന്റെ കരമാണ് ഇവിടെ താങ്ങേണ്ടത്. എന്റെ ചുറ്റും നിന്റെ ദൂതന്മാരാണ് നിൽക്കുന്നത്. എനിക്കിവിടെ പ്രയാസം ഉണ്ടാവത്തില്ല. ഞാൻ ഇനി ഒരു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിന് എത്രയും വേഗം പോകാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് ഞാൻ എങ്ങും പോകില്ല. ഡോക്ടർമാർ പല കാര്യങ്ങളും പറയും, പക്ഷെ ഞാൻ അതൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ അനുഭവിക്കുന്ന ചെങ്കടൽ അത് രണ്ടായി പിളർന്നതിന് മധ്യത്തിലൂടെ നടന്ന് അക്കരയെത്തി ഞാൻ ജയക്കൊടി പാറിക്കുമെന്ന് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് 4 ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു മയങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ മയങ്ങുന്നില്ലായിരുന്നു. പെയിൻ കില്ലർ കൊടുത്തു, എന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോകാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വീട്ടിലോട്ട് പോകണോ അടുത്തടുത്തോട്ട് പോകണോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഇവിടെ മയങ്ങി കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പെയിൻ കില്ലർ തന്ന് വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ഭയങ്കര പെയിന്. 4 ദിവസം അതേപടിയായിരുന്നു. ഓണമായതുകൊണ്ട് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മോഷൻ പോലും 4 ദിവസം പോയിട്ടില്ല. അപ്പോൾ അടുത്ത ഡോക്ടറെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ച് ഇവളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, നാളെ ഇങ്ങനെ വാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ ആശുപത്രി ഡോക്ടറുടെ എഴുതിയിരുന്നു. ഡോക്ടറൊന്ന് അങ്ങോട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി കാറിൽ കയറ്റി ഇങ്ങോട്ട് നടത്തിക്കൊണ്ട് വന്നു. ടി വി പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഡിസംബർ 11 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. ടി വി പ്രേക്ഷക സംഗമം തൃശൂരിൽ ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഡിസംബർ 15 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. അത്ഭുതങ്ങളെ ചെയ്യുന്ന സർവശക്തനായ കർത്താവിന് നന്ദി പറയാം. അത് അനുഭവിക്കാൻ വേണ്ടി, ആ വെളിച്ചത്തിൽ നടക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. പലപ്പോഴും ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ധൈര്യം എന്താണെന്നറിയോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ വചനവും അങ്ങനെ പറയുന്നു. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവനത് നൽകിത്തരും എന്ന ഉറപ്പോടുകൂടെ നിങ്ങൾ കർത്താവിന് മുൻപിൽ ആയിരുന്നാട്ടെ എന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിനു പോലും ദൈവം മറുപടി തരാതിരിക്കത്തില്ല. അവൻ സർവശക്തനായ ദൈവമാവുന്നു. എന്നെ അവൻ, അല്ലെങ്കിൽ നിങ്ങളെ അവൻ തൻ്റെ മകനായി, മകളായി സ്വീകരിച്ചിരിക്കുകയാണ്. ഒരപ്പൻ തന്നെ കുഞ്ഞിനെ കരുതുന്നത് പോലെ എൻ്റെ ലൈഫിലായിരിക്കുന്ന സകല മേഖലയിലും ദൈവത്തിൻ്റെ കൃപ ചലിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പാ, ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. യേശുവേ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ചലിക്കണം. എനിക്ക് പ്രായമായ ഒരു അപ്പച്ചനെ കാണാം. അദ്ദേഹം തൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് സുവിശേഷ വേലയ്ക്ക് മുൻപിൽ നിന്ന വ്യക്തിയാണ്. പലരോടും സുവിശേഷം പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ ആ വ്യക്തി നെഞ്ചിൽ പ്രയാസവുമായിട്ടാണ് ആയിരിക്കുന്നത്. തനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പോലും പ്രയാസമുള്ള വിധത്തിലാണ് ഇപ്പോഴായിരിക്കുന്നത്. കർത്താവേ, അവിടുത്തെ സൗഖ്യമാ മകൻ്റെ മേൽ ചലിക്കട്ടെ അപ്പാ. യേശുവേ, അങ്ങയുടെ ദാസന് മേൽ ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അതേപോലെ കുടുംബജീവിതത്തിൽ
തകർച്ച നേരിടുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന ചില കുടുംബങ്ങളെ കർത്താവ് ഇന്ന് തൊടുകയാണ്. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. നാളുകളായിട്ട് ആ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, ഒന്നു ചേരാൻ കഴിയുന്നില്ല, ആ കരടുകൾ മാറുന്നില്ല, സന്തോഷിക്കാൻ കഴിയുന്നില്ല. കർത്താവെ, ആ കുടുംബങ്ങളിൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ. യേശുവേ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. അവരുടെ ദുരനുഭവങ്ങൾ, അവരുടെ ലൈഫിൽ വേദന കൊടുത്തത് അവരുടെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവേ, നിൻ്റെ പ്രവൃത്തി അവരെ റീസ്റ്റോർ ചെയ്യണമേ അപ്പാ. അവിടുത്തെ സാന്നിധ്യം അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന സന്തോഷത്തിനായി, സമൃദ്ധിക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.